എം ഡിയുടെ മൃതദേഹം വഹിച്ചുള്ള വാഹന വ്യൂഹം ഇപ്പോൾ ശ്മശാനത്തിലേക്ക് ലക്ഷ്യമാക്കി മാവൂർ റോഡിലെ ശ്മശാനം ലക്ഷ്യമാക്കി യാത്രയായിരിക്കുന്നു. സ്മൃതിപഥം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ശ്മശാനത്തിൽ വളരെ ഔദ്യോഗികമായ ബഹുമതികളോടെ തന്നെയാണ് അദ്ദേഹത്തിന് യാത്രാമൊഴി ചൊല്ലുക. ഒരുപക്ഷെ കാലയവനികയ്ക്കുള്ളിലേക്ക് മറയാനുള്ള മലയാളത്തിൻ്റെ സാഹിത്യ സുഹൃതം മാഞ്ഞു പോകുന്നതിൻ്റെ ആദ്യ സൂചനകളാണ് ഈ യാത്ര. ഒരുപക്ഷെ ഭൗതികമായി അദ്ദേഹം നമ്മെ വിട്ടുപോകുമെങ്കിലും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തരമായ കൃതികൾ നമുക്കൊപ്പം സഞ്ചരിക്കുക തന്നെ ചെയ്യും. കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരുപാട് കൃതികൾ ഈ കൈവിരലുകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ കൂടിയ പൊതുജനങ്ങൾക്ക് നടുവിലൂടെ അവരെ വകഞ്ഞു മാറ്റി ആൾക്കൂട്ടത്തിൽ തന്നെ എം ഡി സഞ്ചരിക്കുകയാണ്. ഏകാന്തതയും അതുപോലെ മനുഷ്യൻ മുഖമിടിച്ച് വീഴുന്ന വ്യഥകളുമൊക്കെ തന്നെ കഥയുടെ പ്രമേയമാക്കിയ മഹാ എഴുത്തുകാരൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ കോഴിക്കോട് നഗരി എം ഡിയുടെ ചിരിച്ച മുഖവും എം ഡിയുടെ ആകുലതകളും ഒക്കെ കണ്ട കോഴിക്കോട് നഗരത്തിന് എം ഡിയുടെ ഈ വിലാപം ഒരുപക്ഷെ താങ്ങാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ കോഴിക്കോടിൻ്റെ ശ്വാസമിടിപ്പുകളും ഈ നഗരത്തിൻ്റെ വ്യർത്ഥത നിറഞ്ഞ ചിന്തകളും അതുപോലെ ഈ നഗരത്തിൻ്റെ വാത്സല്യവും എല്ലാം അനുഭവിച്ച ഏതാണ്ടൊരു 6 പതിറ്റാണ്ടോളമായി കോഴിക്കോട് ജീവിക്കുന്ന എം ഡി എന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിലേക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് ആകുലതകളില്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാമെങ്കിലും മരണം ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവൻ കടന്നു വരിക തന്നെ ചെയ്യും. മരണത്തെ നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം എന്ന കാര്യത്തിലൊക്കെ തന്നെ എം ഡിക്ക് നിശ്ചിതമായ നിലപാടുകളുണ്ടായിരുന്നു. എം ഡിയുടെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് ഒരുപക്ഷെ നമുക്ക് ജീവിതത്തിൽ ഈ അടുത്ത കാലം കണ്ട ഏതെങ്കിലും വിയോഗത്തെയും കടന്നുപോകുന്ന ഒരു യാത്ര പറച്ചിലാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അഭിജാതമായ സാഹിത്യ കുതുകികൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ വാഹനത്തിന് അകമ്പടി സേവിച്ചു പോകുന്നത്. കോഴിക്കോട്ടെ സാധാരണക്കാരായ മനുഷ്യരുമുണ്ട്. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഗവേഷണ വിദ്യാർത്ഥികളുണ്ട്. എം ഡിയുടെ സാഹിത്യ തൂലികയിൽ ആവേശം കൊണ്ട വായനക്കാരുണ്ട്. ഇവരൊക്കെ തന്നെയാണ് എം ഡി എന്ന മഹാപ്രതിഭയ്ക്ക് അകമ്പടി സേവിക്കുന്നത്. ഈ അലങ്കരിച്ച വാഹനത്തിനുള്ളിൽ കിടക്കുന്ന ഈ എഴുത്തുകാരൻ ലോകത്തിലെ പല സർവകലാശാലകളിലും പാഠപുസ്തകമായിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. വിദേശ നാടുകളിലൊക്കെ തന്നെ എം ഡി എന്ന ദ്വയാക്ഷരം വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിപ്രഭാവം തന്നെയായിരുന്നു. എഴുത്തിൻ്റെ മാസ്മരിക ലോകത്തേക്ക് ഒരുപാട് ആളുകളെ കൈപിടിച്ച് നടത്തിയ ഒരു എഴുത്തുകാരൻ്റെ അന്ത്യയാത്രയ്ക്കാണ് കോഴിക്കോട് നഗരി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. വളരെ ചെറിയ ദൂരം മാത്രമേ ഈ പറയുന്ന സ്ഥലത്തേക്കുള്ളൂ. ഈ മാവൂർ റോഡ് ശ്മശാനത്തിലേക്കുള്ളൂ. ഈ സ്മൃതിപഥത്തിലേക്ക് ഒരു സ്മൃതിയായി അവശേഷിക്കാനുള്ള യാത്രയുടെ തുടക്കമാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. ചിന്തയുടെ മരച്ചില്ലകൾക്കിടയിലൂടെ നമ്മൾ ഈ വാഹന വ്യൂഹം കാണുമ്പോൾ എം ഡി വാക്കി വെച്ചു പോയ ഒരുപാട് കഥാപാത്രങ്ങൾ നഗരോരങ്ങളിൽ ആൾക്കൂട്ടങ്ങൾക്ക് നടുവിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ വ്യഥയൊക്കെ കഥാപാത്രങ്ങൾക്ക് അല്ലെങ്കിൽ സാഹിത്യത്തിന് പ്രമേയമാക്കിയ എം ഡിയുടെ ഈ യാത്ര ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ തിരിച്ചുപോക്കായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.